നമസ്കാരം. ഇന്നലെ നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത് ഭഗവാന്റെ അവതാരം വരെയാണ്. ശ്രീരാമന്റെ ജനനം, അതേപോലെ തന്നെ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ഇവരുടെയൊക്കെ ജനനം വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പറയാൻ പോകുന്നത് നാമകരണത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാലലീലകളും വിദ്യാഭ്യാസം, അതേപോലെ തന്നെ വിശ്വാമിത്ര ആഗമനം, അതും കഴിഞ്ഞിട്ട് താടകാവധമുണ്ട്, യാഗരക്ഷയുണ്ട്, അഹല്യാമോക്ഷമുണ്ട്. അപ്പോൾ അഹല്യാമോക്ഷം വരെയാണ് ഇന്നത്തെ പാരായണം ഉള്ളത്. അതുവരെയാണ് നമ്മുടെ കഥയും പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നാമകരണത്തിലേക്ക് കടക്കാം. ഈ 4 പുത്രന്മാർക്കും വസിഷ്ഠ മുനിയാണ് നാമകരണം ചെയ്യുന്നത്. ആദ്യത്തെ പുത്രനെ, കൗസല്യയിൽ ജനിച്ച പുത്രനെ, 1000 സൂര്യന്റെ തേജസ്സോടെ ജനിച്ച ആ പുത്രനെ, സകല ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നവൻ, ആനന്ദത്തിൽ ഭ്രമിക്കുന്നവൻ, ആനന്ദ സ്വരൂപിയായിട്ടുള്ള പരമാത്മാവ് എന്നൊക്കെ അർത്ഥം വരുന്ന രാമൻ എന്ന പേരാണ് നൽകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭരണത്തിലെല്ലാം വളരെ നിപുണതയുള്ള സമർത്ഥനായിട്ടുള്ള എന്ന അർത്ഥം വരുന്ന ഭരതൻ എന്ന പേരാണ് കൈകേയിയുടെ പുത്രൻ നൽകുന്നത്. പിന്നെ സുമിത്രയ്ക്ക് 2 ഇരട്ടക്കുട്ടികളാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ സർവ്വലക്ഷണങ്ങളും തികഞ്ഞ എന്നർത്ഥം വരുന്ന ലക്ഷ്മണൻ എന്നുള്ള പേരും, അതേപോലെ ശത്രുക്കളെയെല്ലാം സംഹരിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ശത്രുഘ്നൻ എന്ന പേരുമാണ് നൽകുന്നത്. ഇതിൽ തന്നെ രാമനും ലക്ഷ്മണനും എപ്പോഴും ഒരുമിച്ചായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഭരതനും ശത്രുഘ്നനും ആയിരിക്കും എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കുക. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, കൗസല്യക്ക് ലഭിച്ച പായസത്തിൽ നിന്നാണല്ലോ പകുതി സുമിത്രയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കൗസല്യയുടെ പുത്രനും സുമിത്രയുടെ ഒരു പുത്രനും ലക്ഷ്മണന്മാർ ഒരുമിച്ചായിരിക്കും. അതേപോലെ കൈകേയിക്ക് കിട്ടിയ പായസത്തിൽ നിന്നാണ് പകുതി സുമിത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൈകേയിയുടെ പുത്രനായിട്ടുള്ള ഭരതനും ശത്രുഘ്നനും ഒരുമിച്ച് ആ പായസം എങ്ങനെയാണോ അവര് കുടിച്ചത് അതിനനുസരിച്ചിട്ടാണ് മക്കളും ഒരുമിച്ച് നടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു നാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാലലീലകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ചെറിയൊരു ഉണ്ണിയാണ് രാമനെയൊക്കെ നല്ല ഇഷ്ടാട്ടോ ദശരഥ മഹാരാജാവിന്. 4 പുത്രന്മാരും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടവരാണെങ്കിൽ കൂടെ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഇഷ്ടമാണ് രാമന്റെ അടുത്ത്. രാമനാണെങ്കിൽ ഇങ്ങനെ മുട്ടൂതി നടക്കുന്ന ആ ഒരു പ്രായമായിട്ടുള്ളൂ. ചെറിയ കുഞ്ഞിപ്പല്ലുകൾ, മുല്ലമുട്ടുകൾ പോലെ പുഞ്ചിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിപ്പല്ലുകളൊക്കെ ഇങ്ങനെ കാട്ടിയിട്ടാണ് ചിരിക്കുക. മുട്ടുകുത്തി ഇങ്ങനെ ഇഴഞ്ഞിട്ട് പശുക്കിടാങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ പോയി അവരെ കൂടെ കളിക്കുക. അതൊക്കെയാണ് രാമന്റെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. അപ്പോൾ ദശരഥ മഹാരാജാവ് ഭക്ഷണം ഊണ് കഴിക്കുന്ന സമയത്ത് രാമൻ ഇങ്ങോട്ട് വിളിക്കും, രാമ ഉണ്ണി ഒന്നും ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞാൽ രാമൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. കളിയിലാണ് രാമന്റെ ശ്രദ്ധ. അപ്പൊ എന്ത് ചെയ്യും, കൗസല്യ പോയിട്ട് രാമനെ എടുക്കാനൊക്കെ പോകുമ്പോൾ രാമൻ കൂടെ വരുമൊന്നുമില്ല. എന്നാൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു രാമനെ എടുത്തുകൊണ്ടുവരും. എന്നിട്ട് ആ മണ്ണ് പുരണ്ട കൈകൾ നീട്ടിയിട്ടാണ് അദ്ദേഹം അതിൽ ചെറിയൊരു ചോറൂരുകളൊക്കെ വെച്ച് കൊടുക്കുക. അത് കഴിക്കൊന്നുമില്ല കേട്ടോ. അതുമായിട്ട് പിന്നെയും കളിക്കാൻ പോകും. അങ്ങനെ രസകരമായിട്ടുള്ള ബാലലീലകൾ കൊണ്ട് ഈ 4 പുത്രന്മാരും ഈ അച്ഛനെയും അമ്മയും വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു.